ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഈ നാദുമോൻ്റെ സ്കൂളിലെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ. അവൻ സ്കൂൾ ബസ് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഓട്ടമായിരുന്നു. വന്ന ഉടനെ തന്നെ അവൻ്റെ സ്കൂൾ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്തൊക്കെയോ പറക്കിതേ വിളിയിടുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അവനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരികയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ചെയ്ത പേപ്പറൊക്കെയാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അതെല്ലാം തിരിച്ച് കൊടുത്തു വിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ ഇങ്ങനെ പഠിപ്പിച്ച് തരികയാണ്. ഓരോ കളേഴ്സും ഓരോ വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഓരോന്നും എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവനാണെങ്കിൽ എക്സാം പേപ്പർ എന്നെ എടുത്ത് കാണിച്ചു കേട്ടോ. എക്സാം പേപ്പറിൽ അവന് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ എക്സാമിൻ്റെയാണ് കേട്ടോ. അതിനുശേഷം അവൻ സ്കൂളിൽ കഴിക്കാൻ കൊണ്ടുപോയ സ്നാക്സ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ അവൻ്റെ ആക്ടിവിറ്റീസ് ഷീറ്റൊക്കെ ഒന്ന് നോക്കി. കാരണം ഇതൊന്നും വീട്ടിൽ കൊടുത്തുവിടില്ല, ലാസ്റ്റ് ഡേ ആണ് ഇതെല്ലാം കൊടുത്തുവിടാറുള്ളത്. അപ്പോൾ ഞാൻ ആ ആക്ടിവിറ്റീസ് ഷീറ്റൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കി. അപ്പോൾ ഓരോ ഫെസ്റ്റിവലിനും ഓരോ സ്പെഷ്യൽ ഡേ ഒക്കെ അങ്ങനെ വിഷ് ചെയ്തുകൊണ്ടൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഷീറ്റായിരുന്നു. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേയുടെ കാർഡൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. മോൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ബർത്ത്ഡേയുടെ കാർഡ് കണ്ടു. പിന്നെ ഞാൻ എക്സാം ഷീറ്റ് ഒന്നും കൂടെ എടുത്ത് വെച്ചൊന്ന് നോക്കി. ഇപ്പോൾ ഭയങ്കര സന്തോഷമായി, എല്ലാം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് മാഗിയും നെയ്പത്തിരിയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുണ്ടാക്കി കൊടുത്തു. അതും കഴിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ ഓരോ വിശേഷങ്ങൾ അത് സ്വീകരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ ലാസ്റ്റ് ഡേ? ഇഷ്ടപ്പെട്ടാ? നാളെ സ്കൂളിൽ പോണോ? അതെന്താ അവധിയാണോ? ആര് പറഞ്ഞു? മിസ് പറഞ്ഞായിരുന്നോ? ഇപ്പൊ അവധിയാണോ? സ്കൂളിൽ പോണ്ടായോ? ഫ്രണ്ട്സിനെ ഒന്നും മിസ് ചെയ്യാറില്ല? മിസ് ചെയ്യൂ? ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുമോ? പിന്നെ ആരെയും മിസ് ചെയ്യുന്നത് സ്കൂളിൽ? ഏത് മിസ്സിനെ? ഹെയ്ദ മാമിനെ മിസ് ചെയ്യുമോ? എനിക്ക് മാർക്ക് കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ ഗിഫ്റ്റും മാല ചെയിനും വള ഐഫോണൊക്കെ മേടിച്ചു എല്ലാം വാങ്ങിച്ചു തരുമോ? എന്നിട്ട് ഒരു അട്ടയൊക്കെ മേടിച്ചതാ. വാങ്ങിച്ചു തരുമോ? അത് എപ്പോഴാ വാങ്ങിച്ചു തരുന്നത്? മാർക്ക് കിട്ടട്ടോ. ഇപ്പൊ മാർക്ക് കിട്ടിയില്ല, വലുതാവട്ടെ. അപ്പൊ നീ ഇത് UKG കയറുമ്പോഴേ ഉമ്മച്ചിക്ക് എല്ലാം വാങ്ങിച്ചു തരുമോ? അല്ല, സ്റ്റെപ്പിൽ കയറുമ്പോ ഞാൻ വലുതാവും. സ്റ്റെപ്പിൽ കയറുമ്പോ വലുതാവോ? അതെങ്ങനാ? എന്റെ സ്കൂളിന്റെ അപ്പുറത്തെ അപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൽ കയറുമ്പോ ഞാൻ വലുതാവോ? എന്നിട്ട് അന്നേരം വാങ്ങിച്ചു തരുമോ? അപ്പൊ പൈസ എവിടെ നിന്ന് കിട്ടും? പൈസ കടക്കാരൻ തന്നു. കടക്കാരനോ? ഏത് കടക്കാരൻ? പഠിച്ച് വലുതാവുമ്പോ അല്ലേ? എപ്പോഴാ വലുതാവുന്ന? എപ്പോഴാ ജോലിയൊക്കെ മേടിച്ച് വളർന്ന് വലുതാവും അല്ലേ? അങ്ങനത്തെ പപ്പിയും വരെ. എന്നിട്ട് പപ്പിക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുന്നത്? പപ്പിക്ക് പുതിയ വാച്ച്, പുതിയ കണ്ണാടി, BMW കാറല്ലേ, BMW അത് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് പുതിയ വാച്ച്, VW കണ്ണാടി, പിന്നെ മൈക്ക്, പിന്നെ AC ഒക്കെ മേടിച്ചു കൊടുക്കും. എല്ലാം വാങ്ങിച്ചു കൊടുക്കുവോ? പപ്പിയുടെ മാർക്കൊക്കെ മേടിച്ചു കൊടുക്കും. എല്ലാം വാങ്ങിച്ചു കൊടുക്കുവോ? അയിനൂന് എന്തോ വാങ്ങിച്ചു കൊടുക്കും? പുതിയ പാവാട, അട്ട, പിന്നെ കമ്മല്, മാല ഒക്കെ മേടിച്ചു കൊടുക്കും. എല്ലാം വാങ്ങിച്ചു കൊടുക്കുവോ? എപ്പോഴാ വാങ്ങിച്ചു കൊടുക്കുന്നത്? അടുത്ത വർഷമോ? അടുത്ത വർഷം. അങ്ങനെ അടുത്ത വർഷം അതുമോ UKG അല്ലേ? പിന്നെ എങ്ങനെയാ വാങ്ങിച്ചു കൊടുക്കുന്നത്? ജോലി കിട്ടുണ്ടായോ? ജോലി കിട്ടുന്നു, അതാണ് ഇല്ല. വാച്ച് വേണ്ട, വാച്ച് പെൺപിള്ളേർക്കല്ല, ബോയ്ക്ക വാച്ച്. അതൊക്കെ പോട്ടെ. എന്തോ നാളത്തെ പരിപാടി? എന്ത് നാളെ മുതലുള്ള പരിപാടി? സ്കൂളൊക്കെ അടച്ചില്ലേ? അതൊക്കെ പോട്ടേന്ന് അതല്ല പറഞ്ഞത്. ഇപ്പം നാളെ സ്കൂൾ അടച്ചില്ലേ? സോറി, ഇന്ന് സ്കൂൾ അടച്ചില്ലേ? അപ്പൊ നാളത്തെ പരിപാടി എന്തുവാ? അതുമോന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലയോ? എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചല്ലോ. അപ്പൊ എന്തുവാ നാളത്തെ പരിപാടി? എന്തുവാ?
നാളെ വീട് തിരിച്ചു മറിച്ച് വെക്കുവോ? എങ്ങനെ മറിച്ച് വെക്കുന്നത്? ഞാൻ പൊക്കി മറിച്ച് വെക്കും. പൊക്കി മറിച്ച് വെക്കും അല്ലേ? ഫാനൊക്കെ വീഴും. ഫാനൊക്കെ വീഴും അല്ലേ? ആ. അപ്പൊ എല്ലാം പ്ലാനിങ്ങിലേ അല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വീടൊക്കെ പൊക്കി മറിച്ച് പൊക്കി മറിച്ചിടും അല്ലേ? സന്തോഷം. ഇപ്പൊ ഫാനാണ്. ഉം? മഞ്ജു പിന്നെ മഞ്ജുവിനൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ മറന്നു. മഞ്ജുവിന് പുതിയൊരു വീട് മേടിച്ചു. വീട് വാങ്ങിച്ചു തരുമോ? അതായത് വീടിന്റെ പേര് പറയട്ടെ, മഞ്ജുബില്ല. മഞ്ജു പിള്ളയോ? അല്ല, വേറെ വീടല്ല. ഓക്കെ. മഞ്ജുവിന് വേണ്ട. അപ്പൊ നാളെ മുതൽ കലാപരിപാടി തുടങ്ങുമല്ലേ? സ്കൂൾ അടച്ചല്ലേ? മഞ്ജുവിന് പേരിടണ്ട, പക്ഷെ ഞാൻ വേറെ പേര് മതി. ഇയാൾ ചോദിച്ചതിന് മറുപടി പറ. നാളെ മുതൽ കലാപരിപാടി തുടങ്ങുമല്ലേ? വീടെങ്ങനെ തിരിച്ച് മറച്ചു വെക്കും അല്ലേ? ഓക്കെ. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തുവാ എന്തു പറഞ്ഞു? ഒന്നും കൂടെ പറഞ്ഞേ. ലാസ്റ്റ് സെക്കൻഡോ? അടിപൊളി. ആ, കൗണ്ട് ഡൗൺ. ഓക്കെ, ടാറ്റ പറഞ്ഞേ. അപ്പൊ എല്ലാരും ബൈ. ബൈ.